നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഉപജീവനമാർഗമായി കൊണ്ടു നടന്നിരുന്നവയെല്ലാം ഉപയോഗിച്ച് പ്രളയത്തിൽ നിന്നും കേരളത്തെ പിടിച്ചുയർത്തി. അവർക്കായി സർക്കാർ നീട്ടിവെച്ചതെല്ലാം അവർ കേരളത്തിന്റെ നന്മയ്ക്കായി വേണ്ടെന്ന് വെച്ചു. ആ മത്സ്യത്തൊഴിലാളികളെ കേരളം മറന്നുവോ? ലോകത്തെ ഭീതിയിലാഴ്ത്തിയ കൊറോണ വൈറസ് ഇപ്പോൾ ഇറാനെയും വരഞ്ഞൊഴുക്കിയപ്പോൾ അവിടെ പെട്ടുപോയത് ഉപജീവനത്തിനായെത്തിയ മത്സ്യത്തൊഴിലാളികളായിരുന്നു. നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞതല്ലാതെ ഇത്രയും നാളായിട്ട് ആരും തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അടുത്ത് ആശുപത്രി പോലുമില്ല. സുഖമില്ലാതെയായി അകലെയുള്ള ആശുപത്രിയിൽ ചെന്നപ്പോൾ വളരെ ദൂരെ നിർത്തിയാണ് പരിശോധിച്ചത് തന്നെ. കടകളിൽ മാസ്ക് ലഭ്യമല്ല. കേരളത്തിൽ പ്രളയത്തിൽ സ്വയം രക്ഷമറന്ന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചവർ തങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും തങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലല്ലോ എന്നാണ് ഇറാനിൽ കുടുങ്ങി COVID-19 ഭീതിയിൽ കഴിയുന്ന 50 മലയാളികളടക്കം 250 മത്സ്യത്തൊഴിലാളികളുടെ ദയനീയ വാക്കുകൾ ഇപ്രകാരമാണ്. ഇവരുടെ കഥ ലോകം കേട്ടറിഞ്ഞു. പുറം ലോകം അറിഞ്ഞുവെങ്കിലും ഇതുവരെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ സഹായം ലഭിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവർ മുഖാം റൂറൽ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ബന്ദർ ഇ ഷിറു എന്ന ദ്വീപിലും ഇതിനടുത്ത പ്രദേശങ്ങളിലുമായി 1000-ഓളം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനാകാതെ ബാക്കിയാവുകയായിരുന്നു. ബന്ദർ ഇ ഷിറുയിൽ മാത്രം 250-ലേറെ പേർ കുടുങ്ങിക്കിടക്കുകയാണ്. വാർത്തകളെ തുടർന്ന് കിഷിൽ കുടുങ്ങിയവർക്ക് ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം ലഭിച്ചെങ്കിലും ബന്ദർ ഇ ഷിറുവിൽ കുടുങ്ങിയവരെ ആരും ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. മലയാളികളെ കൂടാതെ കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ളവരാണ് ഇവിടെ ഉള്ളതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. UAE വഴിയാണ് ഇവർ ഇവിടെ എത്തിപ്പെട്ടത്. ഏകദേശം 2 വർഷത്തോളമായി ഇവരിൽ പലരും നാട്ടിലേക്ക് പോയിട്ട് തന്നെ. മത്സ്യബന്ധനം നടത്തി ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തിലാണ് ഇവരും നാട്ടിലെ കുടുംബവും ജീവിച്ചു പോരുന്നത്. നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു പലരും. എന്നാൽ അപ്പോഴേക്കും കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട് വിമാന സർവീസുകൾ മുടങ്ങിയതോടെ മടക്കയാത്ര അങ്ങനെ അവതാളത്തിലായി മാറുകയായിരുന്നു. കൊറോണ വൈറസ് ബാധ ഇറാനിൽ രൂക്ഷമായതോടെയാണ് പ്രശ്നങ്ങൾ തുടക്കം കുറിച്ചത്. ഇതേ തുടർന്ന് ഇവരുടെ അടുത്തൊന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ആരും എത്തുന്നുമില്ല. ഭക്ഷണ സാധനങ്ങളെല്ലാം തീരാറായെന്നും ഈ നില തുടർന്നാൽ തങ്ങൾ പട്ടിണിയിലാകുമെന്നും ഇവർ ആശങ്കപ്പെടുകയാണ്. അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ മുഖാവരണം പോലും കയ്യിലില്ലെന്നാണ് ഇവർ പറയുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമിഴ്നാട്, ഗുജറാത്ത് മുഖ്യമന്ത്രിമാരും ഇടപെട്ട് തങ്ങളെ രക്ഷിക്കണമെന്ന് ഇവർ അഭ്യർത്ഥിക്കുകയാണ്, കേണപേക്ഷിക്കുകയാണ്. 11 ദിവസം മുമ്പ് തന്നെ ഇവർ തങ്ങളുടെ ദുരിതം വിവരിക്കുന്ന വീഡിയോ അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തതിൽ ഇവർ തങ്ങളുടെ വിഷമം പുതിയ വീഡിയോയിലൂടെ പങ്കിടുകയും ചെയ്യുകയുണ്ടായിരുന്നു. നാട്ടിൽ കുടുംബം വലിയ ആശങ്കയിലാണ് കഴിയുന്നത്. ഇന്നുവരെ ഒരു ഫോൺ കോൾ പോലും അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. കിഷ് ദ്വീപിൽ നിങ്ങളൊന്ന് പോവുകയെങ്കിലും ചെയ്തു, എന്നാൽ ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല. ഒന്ന് വന്ന് കണ്ടിരുന്നുവെങ്കിൽ ഒരു ആശ്വാസമെങ്കിലും തോന്നുമായിരുന്നു എന്നാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ദയനീയമായ വാക്ക്. അതോടൊപ്പം തന്നെ ഇവിടെ കിടന്ന് മരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുകയാണ്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് കൊറോണ ബാധയുണ്ടായതും മരണം സംഭവിച്ചതും ഇറാനിൽ തന്നെയാണ്. ഇന്നലെ വരെ ഇറാനിലാകെ 237 മരണം സംഭവിച്ചതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും കേരളത്തെ പ്രളയത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ഈ മത്സ്യത്തൊഴിലാളികളെ കേരളം മറക്കരുത്. ഒപ്പം അധികൃതരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.